മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമുണ്ടെന്നാണ് ജില്ലാ ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിൻ. മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കേരളം സാക്ഷ്യം വഹിച്ചത്. ഇനി വരും ദിവസങ്ങളിലും ആ പ്രതിഷേധം തുടരും. അസാധാരണമായ ഒരു ആക്രമണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്ക് നേരെ ഉണ്ടായത്. ആരോഗ്യമന്ത്രിയുടെ നിലവിലത്തെ അവസ്ഥ, സാഹചര്യം, ആരോഗ്യനില എങ്ങനെയുണ്ട്? അതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. കഴുത്തിന് ക്ഷതമുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ, അല്ലേ? മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമല്ലേ? സംഘർഷ സമാനമായ അന്തരീക്ഷം തന്നെയാണ് കണ്ണൂരിലുള്ളത്. കണ്ണൂരിൽ വീണ ജോർജ് ഇന്ന് 2 പരിപാടികളിലാണ് പങ്കെടുത്തിരുന്നത്. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് എത്തിയപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു. അതിനുശേഷം പെരിങ്ങോത്ത് നടന്ന ഒരു സർക്കാർ പരിപാടിയിലും കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനുശേഷം കണ്ണൂരിലേക്ക് മടങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ 3:30 തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടയിലാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ നടന്നത്. KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തുന്നു. എന്നാൽ മന്ത്രിയുടെ അടുത്തേക്ക് KSU പ്രവർത്തകർ എത്തുന്നതായി നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളിലും വ്യക്തമായിട്ടില്ല. എങ്കിൽ കൂടിയും മന്ത്രിക്ക് അതിനുശേഷം കഴുത്തിന് വലിയ രീതിയിലുള്ള വേദന അനുഭവപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തുകയും മന്ത്രിയെ നേരിട്ട് കണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം വലിയ പ്രതിഷേധമായിരുന്നു സംസ്ഥാനത്ത് എല്ലായിടത്തും.